സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ചേരും. സിറ്റിംഗ് സീറ്റുകളും തർക്കമില്ലാത്ത മണ്ഡലങ്ങളും ആദ്യഘട്ട പട്ടികയിലുണ്ടാകും. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രിയുമായും ACC പ്രതിനിധികളുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കേരളത്തിൽ ചർച്ച ചെയ്ത് അന്തിമമാക്കിയ പട്ടിക പരിഗണിക്കും. 20 സിറ്റിംഗ് സീറ്റുകളിലടക്കം 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 40 സീറ്റ്. ബാക്കിയുള്ള 20 സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇക്കുറി സീറ്റ് നൽകിയേക്കില്ലെന്ന അഭ്യൂഹങ്ങൾക്കിടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളി ഡൽഹിയിലെത്തി. മത്സരിക്കാൻ താൻ യോഗ്യനെന്ന എൽദോസ് കുന്നപ്പിള്ളി. അല്ല, നിലവിൽ KPCC പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ മത്സരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് കരുതി മതി. വട്ടിയൂർക്കാവിൽ K മുരളീധരനും മണലൂരിൽ TN പ്രതാപനും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് നിലവിൽ കോൺഗ്രസിലെ ധാരണ. വിനീത VG, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.